ഐശ്വര്യപൂർണമായ ജീവിതത്തിന് സ്ത്രീ പുരുഷന്മാർ നിത്യവും അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയപ്പെടുന്നത്. ജാതിമത വ്യവസ്ഥകൾ ആരംഭിച്ച കാലം മുതൽ തന്നെ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ എങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ ഉണ്ടായി. പെട്ടെന്നു തന്നെ അവയൊക്കെ ഓരോ വിഭാഗക്കാരും ആചരിക്കുവാനും തുടങ്ങി. പിന്നീട് അത് തലമുറകൾ പിന്നിട്ട് നൂറ്റാണ്ടുകൾ താണ്ടി ആധുനിക ശാസ്ത്ര സാങ്കേതിക യുഗത്തിലുമെത്തി. കൂട്ടുകുടുംബവും മരുമക്കത്തായവുമൊക്കെ അന്യം നിന്ന് തുടങ്ങി. പക്ഷേ മനുഷ്യൻ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ അല്ലെങ്കിൽ പ്രകാശവേഗതയുടെ ഒപ്പമെത്താനുള്ള ശ്രമങ്ങളിലേക്കായി. അപ്പോഴേക്കും ഋഷീശ്വരന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും മുത്തശ്ശിമാരും പകർന്നു നൽകിയ ആചാരാനുഷ്ഠാനങ്ങൾ നാം കുറേശ്ശെ മറന്നു തുടങ്ങി. പിന്നീട് ആർക്കും ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയായി. വൃദ്ധസദനങ്ങളിൽ ദിനംപ്രതി ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു. മനുഷ്യൻ എവിടെയൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, ഒരു നിമിഷം പോലും പിറകിലേക്ക് ചിന്തിക്കാതെയുള്ള യാത്ര. ഇന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്കെത്തി. അപ്പോൾ ചിലർക്ക് ചിലതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തുന്നതിന് മുൻപ് ഈ ഭാരതത്തിൽ പുഷ്പക വിമാനം പറത്തിയിരുന്നുവെന്ന് പുരാണങ്ങളിൽ പറയുന്നു. ഇത് എത്രത്തോളം സത്യമാണ്? അങ്ങനെ അവൻ പുരാണങ്ങളും താളിയോല ഗ്രന്ഥങ്ങളും ഓരോന്നായി ഗ്രഹിക്കാൻ തുടങ്ങി. ഒടുവിലൊരു സത്യാന്വേഷണത്തിന് തന്നെ തുടക്കം കുറിച്ചു. അപ്പോൾ വീണ്ടും ഒന്നുകൂടി മനസ്സിലായി, കമ്പ്യൂട്ടറും റോക്കറ്റുമൊക്കെ നിർമ്മിച്ച നമ്മൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പിൻഗാമികളല്ലേ? അന്നവർ പറഞ്ഞു തന്നവ നാം വെറും അന്ധവിശ്വാസം മാത്രമാണെന്ന് പുച്ഛിച്ചു തള്ളിയില്ലേ? മനുഷ്യൻ്റെ ചിന്തയിൽ ഒരു ലജ്ജ. അതേ പണ്ടുള്ളവർ പറഞ്ഞ നാം അന്ധവിശ്വാസങ്ങളെന്ന് തീരെഴുതിയ വസ്തുതകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവയിലൊക്കെ ശാസ്ത്രീയമായ ഒരു സത്യം കാണാൻ കഴിയും. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജവും നിലനിൽപ്പും. സൂര്യന് ഭാര്യ താമരയെങ്കിൽ ചന്ദ്രന് ഭാര്യ ആമ്പൽ. എന്താണിതിന് പിന്നിൽ? അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? വീണ്ടും അന്വേഷണങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിലേക്ക് അവൻ യാത്ര തുടങ്ങി. വീണ്ടും മനുഷ്യൻ നിത്യജീവിതത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഏത് കാര്യത്തിനും മറ്റൊരു കാര്യമുണ്ടെന്ന് ബോധ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഐശ്വര്യവർദ്ധനത്തിനായി നിത്യവും എന്തൊക്കെ ചെയ്യണമെന്ന് അവൻ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും കണ്ടെത്തി. ഒരു ഗ്രഹം നിർമ്മിക്കാൻ കോൺക്രീറ്റ് തൂണുകൾ മാത്രം പോരാ, ശാസ്ത്രീയമായവ കൂടി ചേരേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ഇന്ന് വിശ്വാസികൾ ദിനം പ്രതി വർദ്ധിക്കുന്നു. പണത്തിന് ഉണ്ടായിരുന്ന സ്ഥാനം ഒരു വശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഇനി നമ്മൾക്ക് ഓരോ ആചാരങ്ങളും എന്തിനു വേണ്ടിയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉദയത്തിന് 48 മിനിറ്റ് മുൻപാണ് ബ്രാഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത്. ഈ സമയത്ത് ഉണർന്ന് പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഊർജ്ജസ്വലത കൂടുതലായിരിക്കും. കാരണം ഈ സമയമാണ് പ്രകൃതി ഏറ്റവും അധികം ശാന്തമായിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നിയായ സരസ്വതി ദേവി ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തെ സരസ്വതീയാമം എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല, ശിരസിൻ്റെ ഇടതുവശത്തു സ്ഥിതി ചെയ്യുന്ന വിദ്യാഗ്രന്ഥി ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ശ്രമിക്കുന്നത് വളരെ ഗുണകരമാണെന്ന് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മുത്തച്ഛനും മുത്തച്ഛയുമൊക്കെ പുലരും മുമ്പ് എണീക്കണം, കാലത്തെണിക്കാത്തവൻ്റെ കാലത്തും വിളങ്ങില്ല എന്നൊക്കെ നമ്മെ ഉപദേശിച്ചത്. നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? ആരോഗ്യത്തിനും ദീർഘായുസ്സിനും ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ
നിദ്ര വിട്ട് എണീക്കണം. ഇത് ഏകാഗ്രതയ്ക്കും അന്നത്തെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പ്രസരിപ്പിനും അത്യുത്തമമാണ്. 3 മണിക്ക് ആരംഭിക്കുന്ന രാത്രിയുടെ 4-ാം യാമത്തിലാണ് സാധാരണ ഒരു മനുഷ്യൻ എഴുന്നേൽക്കേണ്ടത്. പക്ഷേ സാധാരണക്കാർക്ക് അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 4 മണിക്കും 5-നും ഇടയിൽ എഴുന്നേറ്റാലും മതി. ശരിക്കും 4-ാം യാമത്തിൽ സന്യാസിമാരും യോഗികളുമെല്ലാം ഉണരുകയും പ്രവർത്തന മണ്ഡലങ്ങളിൽ തിരിയുകയും ചെയ്യുന്നു. ഇത് അവരെ കൂടുതൽ ശാന്തരും ബുദ്ധിമാന്മാരും ദീർഘായുസ്സുള്ളവരുമാക്കി തീർക്കുന്നു. ഇനി ഇതിനൊന്നും കഴിയാത്തവർ മേൽ പറഞ്ഞ പോലെ സൂര്യോദയത്തിന് മുമ്പെങ്കിലും എണീറ്റിരിക്കണം. കാരണം ബ്രാഹ്മമുഹൂർത്തം ഏത് കർമ്മത്തിനും അങ്ങേയറ്റം ഗുണകരമാണ്, അതിലേറെ ശുഭകരവുമാണ്. നിദ്ര വിട്ട് എഴുന്നേൽക്കുമ്പോൾ ഏതു വശം തിരിഞ്ഞാണ് എഴുന്നേൽക്കേണ്ടത്? ഇതിൻ്റെ ശാസ്ത്രീയ സത്യം എന്താണ്? അത് നമുക്കൊന്ന് നോക്കാം. വലത്തോട്ട് തിരിഞ്ഞാൽ വരവ്, ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇരവ് എന്നാണ് പണ്ടുള്ളവർ പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഇതിന് ശാസ്ത്രീയമായൊരു വിധിയുണ്ട്. നിദ്ര വിട്ടുണർന്നാൽ സാവധാനം നീണ്ടു നിവർന്ന് കിടക്കണം. എന്നിട്ട് മെല്ലെ വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കണം. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. മുതിർന്നവരോട് ചോദിച്ചാൽ അതാണ് അതിൻ്റെ രീതി, അല്ലെങ്കിൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറും. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ സത്യം? അതായത് നമ്മുടെ ശരീരത്തിന് ചുറ്റും 2 കാന്തിക വലയങ്ങളുണ്ട്. അതിലൊന്ന് വലത്തെ കാലിൽ നിന്ന് ശിരസ്സിലേക്കും ശിരസ്സിൽ നിന്ന് കാലിലേക്കുമായി പ്രദക്ഷിണ രീതിയിലുള്ളതാണ്. അടുത്തത് ഇടതുവശത്ത് കൂടി വലത്തോട്ടും വലതുവശത്ത് നിന്ന് പിന്നിൽ കൂടി ഇടതുവശത്തേക്കുമാണ്. ഈ കാന്തിക ഗതി അനുസരിച്ചാണ് ശരീരത്തിൻ്റെ സംവിധാനം ദൃഢപ്പെടുന്നത്. മറിച്ചായാൽ ഇവയൊക്കെ വിപരീതമാകാൻ സാധ്യതയുണ്ട്. ഉണർന്നു കഴിഞ്ഞ് ശരീരം നേരെ നിർത്തി ഉപബോധ മനസ്സിൽ നിന്നും ബോധതലത്തിലെത്തണം. എങ്കിലേ യഥാർത്ഥ ഉണർവാകൂ. ഓർക്കുക, മനസ്സ് ശരീരത്തിൻ്റെ സ്തംഭമാണ്. മനസ്സ് നേരെയല്ലെങ്കിൽ പ്രവർത്തനശേഷി കുറയും. ഇത് ആധുനിക ശാസ്ത്രം സമ്മതിച്ചു കഴിഞ്ഞ ഒരു വസ്തുതയാണ്. ഇനി ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദേവസ്തുതി നടത്തണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ഉണർന്നു കഴിഞ്ഞ് അല്പനേരം ഇരുന്ന ശേഷം കൈപ്പത്തികൾ നിവർത്തി ദേവിയെ സ്തുതിക്കുന്ന ശ്ലോകമാണ് പറഞ്ഞത്. ശക്തിസ്വരൂപിണിയായ ദേവിയാണ് ലോകത്ത് സകല ചരാചരങ്ങൾക്കും ശക്തി പകരുന്നത്. എല്ലാം ചെയ്യാനുള്ള ശക്തി പകരണമെന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം കൈകൊണ്ടാണല്ലോ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യുന്നത്. അതിന് ശക്തി തരുന്ന ദേവിയെ സ്മരിക്കുകയാണ് ഉത്തമം. മാത്രമല്ല, പ്രഭാതത്തിലെ മന്ദമാരുതൻ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ശരീരത്തിനും പ്രത്യേകിച്ച് തലച്ചോറിനും കർമ്മശേഷി വർദ്ധിക്കുന്നതിനായി ശാസ്ത്രലോകം തെളിയിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു വസ്തുത നോക്കാം. നാം ഇരു കൈകളും കൂപ്പി നമസ്തേ പറയുന്നത് എന്തിനാണ്? ഹൈന്ദവാചാരത്തിലെ പരമപ്രധാനമായ ഒന്നാണ് ബഹുമാനം. പ്രായഭേദമന്യേ ഏവരോടും നമസ്തേ പറയുന്നത് നമുക്ക് ലഭിച്ച പാരമ്പര്യ സ്വത്താണ്. ഇങ്ങനെ തികച്ചും സ്വന്തമെന്ന് പറയാൻ കാരണം ഭാരതീയ സംസ്കാരത്തിൽ മാത്രമാണ് നമസ്തേ പറയുന്നതിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇതിന് തെളിവായി പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നിരവധി പരാമർശങ്ങൾ ഉണ്ട്. എന്നാൽ മറ്റു മതസ്ഥരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊരു സംഗതിയുള്ളതായി തോന്നുന്നില്ല. നാം ഒരാളെ ദിവസാരംഭത്തിൽ കാണുമ്പോഴും അല്പനാളുകൾക്ക് ശേഷം കാണുമ്പോഴുമൊക്കെ നമസ്തേ പറഞ്ഞാണ് സ്വീകരിച്ചിരുന്നത്. നമ്മുടെ ഗൃഹത്തിലാണ് ഒരാൾ വരുന്നതെങ്കിൽ സ്വന്തം ഇരിപ്പിടങ്ങളിൽ നിന്നും
എഴുന്നേറ്റ് അതിഥിയെ ഇരുത്തിയ ശേഷമേ നാം ഇരിക്കാറുള്ളൂ. ഇത് ഈ നൂറ്റാണ്ടിലെ കാര്യമാണോ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതെ, ഇന്ന് ഇതിനെ പുച്ഛിച്ചു തള്ളി പകരം ഇംഗ്ലീഷിലൊരു ഷേക്ക് ഹാൻഡ് നൽകി സ്വീകരിക്കാനാണ് ഈ തലമുറയിൽപ്പെട്ട പലർക്കും താല്പര്യം. സത്യത്തിൽ കാരണവന്മാർ നമസ്തേ പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിനപ്പുറം എന്താണ് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് ഇളം തലമുറയെ ബോധ്യപ്പെടുത്താത്തതാണോ ഇതിന് പിന്നിലുള്ള സംഗതിയെന്ന് സംശയിക്കേണ്ടതായിരിക്കുന്നു. സംഗതി എന്തായാലും ഇപ്രകാരമാണ് ഈ സംസ്കൃത വാക്കിൻ്റെ അക്ഷരങ്ങളുടെ അർത്ഥം. ന അല്ല, മ എൻ്റെ, തേ അങ്ങയുടെ. ഇരു കൈപ്പടങ്ങളും ചേർത്ത് തലകുനിച്ചാണ് നമസ്തേ പറയുന്നത്. അതായത് തൻ്റേതായി ഈ കാണുന്ന ശരീരം തൻ്റെ സ്വാർത്ഥലാഭത്തിനുള്ളതല്ലെന്നും അങ്ങയുടെ സേവനത്തിനായി താൻ സദാ സന്നദ്ധനാണെന്നുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. തന്നേക്കാൾ താൻ മുന്നിൽ കാണുന്നത് മറ്റുള്ളവരുടെ അഭിവൃദ്ധിയാണെന്നും ഈ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നു. നാം പലപ്പോഴും വലിയ വേദികളിൽ തലയ്ക്കുമീതെ കൈകൂപ്പിയും വശങ്ങളിലേക്ക് കൈകൂപ്പിയും കാണിക്കുന്ന രാഷ്ട്രീയ കോമാളികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? സത്യത്തിൽ ബഹുഭൂരിപക്ഷത്തെ നയിക്കാൻ പുറപ്പെടുന്ന സൂത്രശാലികളായ ഇവർക്ക് ഇതിൻ്റെ പൊരുൾ അറിയുമോ ആവോ? നാം ഭൂമിയെ വന്ദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തിനാണ് ഭൂമിവന്ദനം എന്ന പദം തന്നെ പറയുന്നത്? സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമോ പ്രയോജനമോ എന്തെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. ദിവസാരംഭത്തിൽ തന്നെ പ്രവർത്തനക്ഷമതയ്ക്കായി ദേവീസ്തുതി കഴിഞ്ഞ് മെല്ലെ കുനിഞ്ഞ് ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കണം. അതിൻ്റെ പിന്നിലുള്ള ചില ഉദ്ദേശങ്ങൾ ഇതാണ്. ഭൂമിദേവി നമുക്ക് മാതാവാണ്. നമുക്കെന്നല്ല, സകല ചരാചരങ്ങൾക്കും മാതാവാണ്. ആദ്യം മാതാവിനെ വണങ്ങുക എന്നത് വിധിയാണ്. ആചാര്യന്മാരും ഗുരുക്കന്മാരും ഗ്രന്ഥങ്ങളിലൂടെയും ഗുരുകുല സമ്പ്രദായ കാലത്ത് ശിഷ്യന്മാർക്കും പറഞ്ഞുകൊടുത്ത് ഇരുന്നത് ഈ സംഗതിയാണ്. കൂടാതെ ഇതിന് പിന്നിൽ ശാസ്ത്രീയമായൊരു കാര്യം കൂടിയുണ്ട്. നാം കിടന്നുറങ്ങുമ്പോൾ അത് ഏത് സമയത്തായാലും ശരീരത്തിൽ മലിനോർജം നിറയുന്നു. കാരണം ബാഹ്യമായ ചലനങ്ങൾ ഇല്ല എന്നതു തന്നെ. അതുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ഭൂമി വന്ദനം ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നത്, എഴുന്നേറ്റ് ഭൂമി സ്പർശം ചെയ്യുമ്പോൾ ശുദ്ധമായ ഭൗമോർജം ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നു. എന്നിട്ട് കൈകൾ തലയിൽ തൊടുമ്പോൾ ശുദ്ധമായ ഊർജം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. ആ നിമിഷം മുതൽ നാം അറിയാതെ തന്നെ നമുക്ക് ഊർജ്ജസ്വലത കൂടുന്നു. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്തവർ പോലും ഭൂമിവന്ദനം ചെയ്യാറുണ്ടത്രേ. അവർക്ക് അവരറിയാതെ പ്രവർത്തനക്ഷമത കൂടുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശൗചത്തെ സംബന്ധിച്ചാണ്. ശൗചം എന്നാൽ എന്താണ്? ഒരു വ്യക്തിയെ ബാഹ്യമായും ആന്തരികമായും ശുദ്ധീകരിക്കുന്നതാണ് ശൗചം. അത് ബാഹ്യശൗചം എന്ന് പറയുന്നത് വിസർജനം, ദന്തശുദ്ധി, സ്നാനം എന്നിവയാണ്. ആന്തരിക ശൗചം എന്നത് മനഃശുദ്ധിയാണ്. മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശൗചം ചെയ്യണം. ഇതിൽ മലവിസർജനം കഴിഞ്ഞാൽ മണ്ണ് തൊട്ട് കടവിറങ്ങണമെന്നാണ് വിധി. മൂത്രവിസർജനം കഴിഞ്ഞാലും ശൗചം നിർബന്ധമാണ്. എന്നിട്ട് ദന്തശുദ്ധി വരുത്തി കുലുക്കുഴിയണം. മുൻകാലങ്ങളിൽ മലമൂത്ര വിസർജനം ഇന്ന ഭാഗത്തെ പാടുള്ളൂ എന്ന് വിധിയുണ്ടായിരുന്നു. ഇന്നത്തെ പരിഷ്കൃത ലോകത്തിന് ഇതൊന്നും പാലിക്കാൻ കഴിയില്ല. കാരണം തുറസായ സ്ഥലത്തുള്ള വിസർജനം ഇല്ലാതായി. പകരം അത്യാധുനിക രീതിയിലുള്ള കക്കൂസുകൾ വന്നു എന്ന് ശാസ്ത്രീയ വശങ്ങളും പഴയ വിധിയുമൊന്നും അംഗീകരിക്കാൻ ആർക്കും സമയമില്ലാതായിരിക്കുന്നു. ഇപ്പോൾ പൂജാമുറിക്കു പിറകിൽ ബാത്റൂം പണിയുന്ന ബഹുനില മന്ദിരങ്ങൾ ഇതാ ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്താണ് ദന്തശുദ്ധിയുടെ പ്രാധാന്യം? ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് പല്ല്. മാത്രമല്ല, പല്ലിന് ശരീരത്തിൽ നല്ലൊരു സ്ഥാനവുമുണ്ട്. അതായത് സ്ഫുടതയോടുകൂടി സംസാരിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പല്ല് കൂടിയേ തീരൂ.
അപ്പോൾ പല്ലിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ വായിൽ അടിഞ്ഞുകൂടുന്ന ദുർഗന്ധവും അണുക്കളും നശിക്കുന്നതിന് പല്ല് തേയ്ക്കണം. പണ്ടുകാലത്ത് ദന്തശുദ്ധി വരുത്താൻ മാവില, ഉമിക്കരി, പൽപ്പൊടി, ഉപ്പും കുരുമുളകും ചേർത്ത് പൊടിച്ചത്, വേപ്പിൻ തണ്ട് മുതലായവ ഉപയോഗിച്ചിരുന്നു. ധനികരും ദരിദ്രരുമെല്ലാം ഇപ്രകാരമാണ് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ നാവിനെ വൃത്തിയാക്കുന്നതിന് കട്ടിയുള്ള ഈർക്കിൽ പിളർന്ന് അതുകൊണ്ട് വടിച്ചായിരുന്നു. എന്നിട്ട് പല പ്രാവശ്യം കുലുക്കുഴിഞ്ഞ് വൃത്തിയാക്കിയിരുന്നു. ഇന്ന് മാവിലേക്കും വേപ്പിൻ തണ്ടിനും പകരം ബഹുരാഷ്ട്ര കമ്പനികളുടെ പേസ്റ്റുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം ഇതാണ്: നാം ദിവസാരംഭം മുതൽ രാത്രി കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ അംശങ്ങൾ പല്ലിനിടയിൽ ഇരുന്ന് പഴകി പല്ലിന് കേടുവരുത്തുന്നു. മാത്രമല്ല വായ്നാറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് പല്ലിനെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെ. മുൻകാലങ്ങളിൽ ദന്തശുദ്ധി വരുത്തുന്നതിന് ചില വിധികളുണ്ടായിരുന്നു. അതാണ് ഇനി പറയുവാൻ പോകുന്നത്. ഉദയത്തിന് മുൻപാണ് ദന്തശുദ്ധി വരുത്തുന്നതെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം. ഉദയത്തിന് ശേഷമാണെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലേക്ക്, അതായത് ഈശാന കോണിൽ നോക്കിയാണ് ദന്തശുദ്ധി വരുത്തേണ്ടത്. ദന്തശുദ്ധിക്ക് മുൻപായി കാമദേവനെയും വനസ്പതിയെയും മനസ്സിൽ ധ്യാനിക്കണം. ഇന്ന് ചെരുപ്പിടാതെ ആർക്കും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നാൽ നഗ്നപാതരായി നടക്കണം എന്ന് പറയുന്നു. നഗ്നപാതരായി നടക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഒരു ദിവസം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നഗ്നപാതരായി നടക്കണമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. ഇത് ശരിയായ വിധത്തിലുള്ള രക്തചംക്രമണത്തിനും ആരോഗ്യകരമായ ജീവിതത്തിനും അത്യന്താപേക്ഷിതമാണ്. നാം പരുക്കൻ പ്രതലത്തിലൂടെ നടക്കുമ്പോൾ പാദത്തിനടിയിൽ നേരിട്ട് മർദ്ദമേൽക്കും. ഇത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ ഉദ്ദീപിപ്പിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാദത്തിനടിയിൽ വിരൽത്തുമ്പിൽ മുതൽ ഉപ്പൂറ്റി വരെ നീളുന്ന ഓരോ പ്രത്യേക ഭാഗത്തെയും ഞരമ്പുകൾ ബ്രെയിൻ, ഹാർട്ട്, ലിവർ എന്നിങ്ങനെയുള്ള ശരീരഭാഗത്തെ അവയവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഇവയുടെ ഓരോ ഭാഗത്തുമേൽക്കുന്ന നേർത്ത മർദ്ദം അതുമായി ബന്ധപ്പെട്ട പ്രധാന അവയവത്തിൻ്റെ പ്രവർത്തനത്തെ വേഗതയിലാക്കുന്നു. അപ്പോൾ നമുക്ക് ഉണർവും ഉന്മേഷവും വർദ്ധിക്കുന്നു. ഇന്ന് ഇതിനൊന്നും നേരമില്ലാത്ത യൂറോപ്യൻ ക്ലോസറ്റിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നവർക്ക് കാൽപാദത്തിനടിയിൽ സൂചി തറച്ചുകൊണ്ടുള്ള അക്യുപങ്ക്ചർ എന്ന ചികിത്സാരീതിയുണ്ട്. ഇത് ചൈനക്കാരുടെ സംഭാവനയാണ്. ഈ ഉപകരണം ഇന്ന് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഇതിൽ അല്പനേരം ചവിട്ടി നിന്ന് മേൽ പറഞ്ഞതുപോലെയുള്ള രക്തചംക്രമണത്തിന് വഴിയൊരുക്കുന്നു. എങ്കിലും പ്രകൃതി നമുക്ക് തരുന്ന ഗുണഗണങ്ങൾ ഈ ഉപകരണത്തിൽ നിന്ന് തരാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം തന്നെ. എല്ലാവരും കുളിക്കാറുണ്ട്. എന്നാൽ രാവിലെ കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? പണ്ടുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ വ്യക്തമായ സങ്കല്പവും ശാസ്ത്രീയമായൊരു സത്യവും ഉണ്ടാവും എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞുവല്ലോ. ഇവിടെ പ്രഭാതത്തിൽ കുളിക്കുന്നതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. രാവിലെ ഉണർന്ന് ഭൂമിവന്ദനവും എണ്ണതേപ്പും കഴിഞ്ഞ് അല്പദൂരം നടന്ന് പോയി മുങ്ങിക്കുളിക്കണമെന്ന് ആണ് അവർ തലമുറയെ പഠിപ്പിച്ചിരുന്നത്. സാധാരണ നദിയിലോ കുളത്തിലോ ഒക്കെയാണല്ലോ കുളിക്കാറുള്ളത്. അന്ന് ബാത്റൂം മറ്റ് ആധുനിക സൗകര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് മറ്റൊരു വസ്തുതയാണ്. മുങ്ങിക്കുളിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രക്കുളത്തിലെ കുളിയാണ് എന്നാണ് കാരണവന്മാർ പറഞ്ഞിരുന്നത്. കാരണം അത്ര വിശേഷപ്പെട്ട ഒന്നാണത്രേ അമ്പലക്കുളത്തിലെ കുളി. അല്പദൂരം നടന്നു പോകുന്നതിലൂടെ നമുക്ക് ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ മനസ്സിനും ശരീരത്തിനും ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു. അമ്പലക്കുളത്തിലെ മുങ്ങിക്കുളിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് വെറുമൊരു ശരീരം വൃത്തിയാക്കൽ പ്രക്രിയ മാത്രമല്ല, മറിച്ച് ഇത് പ്രാണായാമത്തിൻ്റെ ഗുണമാണ് പ്രദാനം ചെയ്യുന്നതെന്ന് നമ്മുടെ പൂർവികർ പഠിപ്പിച്ചിരുന്നു. നമ്മുടെ ശ്വസന പ്രക്രിയയെ ആരോഗ്യകരമായി നിയന്ത്രിക്കുന്ന പ്രാണായാമം പല വിധത്തിലുണ്ട്. ഇതിൽ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് സാവധാനം പുറത്തേക്ക് വിടുന്നതാണ് ഒരു രീതി. മുങ്ങിക്കുളിയിലൂടെ നമ്മൾ അറിയാതെ തന്നെ ഇത് സംഭവിച്ചു പോകുന്നു.
ഇതിലൂടെ ശരീരത്തിൻ്റെ കൂടാനുകൂടി വരുന്ന കോശങ്ങൾക്ക് ശുദ്ധമായ ഓക്സിജൻ ലഭ്യമാകുന്നു. ഇത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. കുളി കഴിഞ്ഞാൽ പിന്നെ ധ്യാനമാണ് പ്രധാനം. പുഴയിലായാലും കുളത്തിലായാലും കുളി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ നിന്ന് തന്നെ സൂര്യനെ നോക്കി ധ്യാനിച്ചിരുന്നു. ഇന്നും അത് ചെയ്യുന്നവരുണ്ട്. ധ്യാനം കഴിഞ്ഞാൽ ആദ്യം തോർത്തേണ്ടത് മുതുകാണ്, പിന്നെ മുഖം, കൈകൾ, അവസാനം പാദം. വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷം മേൽ തേയ്ക്കുമ്പോൾ ആദ്യം മുഖമാണ് തേയ്ക്കേണ്ടത്. പക്ഷേ കുളി കഴിഞ്ഞാൽ ആദ്യം മുതുകാണ് തുടയ്ക്കേണ്ടത്. ഇതിന് ചില വസ്തുതകൾ ഉണ്ട്. ലക്ഷ്മീവാസം അഥവാ ശ്രീദേവി വിളങ്ങുന്നത് മുഖത്താണ്. പുറത്താണ് അല്ലെങ്കിൽ മുതുകത്താണ് ജ്യേഷ്ഠ ഭഗവതിയുടെ വാസം. രണ്ടുപേരും വന്ദനീയരാണ്. ഒരാളെ വന്ദിച്ചാൽ മറ്റേയാൾ കോപിക്കും. അതുകൊണ്ട് രണ്ടുപേരെയും വണങ്ങണം. അതുകൊണ്ടാണ് തുടക്കത്തിൽ മുഖവും കുളി കഴിഞ്ഞാൽ പുറവും വൃത്തിയാക്കുന്നത്. ഇത്രയുമായാൽ ഈറനുടുത്ത് രണ്ട് ദേവീദേവന്മാരുടെ അനുഗ്രഹത്തോടെ ക്ഷേത്രദർശനം നടത്താവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ മുതുക് തുടയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനം, മുതുക് ഏറ്റവും തണുപ്പ് അടിക്കുന്ന ഒരു സ്ഥലമാണ്. ശരീരത്തിലേക്ക് തണുപ്പ് പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മുതുക് തുടച്ച് വൃത്തിയാക്കണം എന്ന് പറയുന്നത്. കുളിച്ച് ഈറനെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനം നടത്തുക എന്നതൊരു ചടങ്ങ് ആണ്. ഈറനെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ശുദ്ധി എന്നതാണ് പ്രഥമ കാര്യം. നനഞ്ഞ വസ്ത്രം പരിശുദ്ധമാണ്. ശുദ്ധിയായ വസ്ത്രം ധരിച്ച ക്ഷേത്ര ദർശനം നടത്താവൂ എന്നാണ് വിധി. അതാണ് കുളി കഴിഞ്ഞയുടൻ ഈറൻ മാറാതെ ക്ഷേത്രദർശനം നടത്തുന്നത്. ഇന്നും ഇപ്രകാരം ചെയ്യുന്ന അനവധി പേരുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ കൂടി അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ വയറിലാണ് എത്തുന്നത്. അത് കാരണം ചിലപ്പോൾ ദഹനക്കേട് ധാരാളം ഉണ്ടാകാം, അല്ലെങ്കിൽ ദഹനത്തിന് താളം തെറ്റാൻ കാരണമാകാറുണ്ട്. ഈറൻ ഉടുക്കുന്നത് മൂലം വയറിനുള്ളിലുള്ള ശീതോഷ്ണം ക്രമീകരിക്കാൻ കഴിയുന്നു. ദഹനക്രിയ ശരിയായ വിധത്തിൽ നടന്നില്ലെങ്കിൽ വിസർജനം കുഴപ്പത്തിലാകും. വിസർജനം ശരിയായി നടക്കാതിരുന്നാൽ ശരീരത്തിലെ പല അസ്വസ്ഥതകളും രോഗമായി മാറും. പല അസുഖങ്ങളുടെയും ഉറവിടം മിക്കപ്പോഴും വയറാണ്. കുറേ നേരം ഈറനൊടുക്കുമ്പോൾ വയറിനുള്ളിലെ ഉഷ്ണം മാറി ദഹനം ശരിയായി നടക്കുന്നു. അപ്പോൾ വിസർജനം ക്രമീകരിക്കപ്പെടുന്നു. ഇതിലൂടെ മിക്ക അസുഖങ്ങളിൽ നിന്നും മോചനവും ലഭിക്കും. ഇത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നു. ശരീരം ശുദ്ധമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഈറനൊടുക്കുന്നതിലെ പരമാർത്ഥം. മുൻപ് പല വീടുകളിലും കോലങ്ങൾ വരച്ചിരുന്നു. പ്രഭാതത്തിൽ ഇങ്ങനെ കോലം വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശമെന്താണ്? ഹിന്ദുക്കളിൽ ഒരു പ്രത്യേക ജാതിക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആചാരമാണ് കോലം വരയ്ക്കൽ. പ്രഭാതത്തിൽ മുറ്റമടിച്ച് വൃത്തിയാക്കിയ ശേഷം കുളിച്ച് വൃത്തിയായി ചെയ്യേണ്ട ഒരു ആചാരമാണിത്. ഇതിന് വേറെ അപൂർവതകളൊന്നുമില്ലെങ്കിലും ഇതിൽ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ മനുഷ്യർ എന്നും സഹജീവികളോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മൾ ആഹാരാവശ്യത്തിനായി ഉപയോഗിക്കുന്ന അരി പൊടിച്ചുണ്ടാക്കുന്ന അരിപ്പൊടി ഉപയോഗിച്ചാണ് കോലം വരയ്ക്കാറുള്ളത്. ഇന്ന് കോലം വരയ്ക്കുന്നത് പലരും അരിപ്പൊടിക്ക് പകരം കൃത്രിമമായി ഉണ്ടാക്കുന്ന കോലപ്പൊടിയാണ് എന്ന കാര്യം ഓർക്കുക. നാം ആഹാരം കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ പരിസരത്തു തന്നെയുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നമ്മുടെ ഒരു കടമയാണ്. ഇതാണ് കോലം വരയ്ക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യവും. സാധാരണ കോലം വരയ്ക്കുന്നിടത്ത് മറ്റ് ജീവികൾ വരികയോ അത് ഭക്ഷിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി അഥവാ കോലത്തിൽ നായോ പൂച്ചയോ ചവിട്ടിയാൽ അതിനെ ഓടിക്കാനും മടിക്കാറില്ല. യഥാർത്ഥത്തിൽ ഇത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാത്തവരാണ് ഇത്തരക്കാർ. അരിപ്പൊടി ഉപയോഗിച്ച് കോലം വരച്ചാൽ മിക്കവാറും ഉറുമ്പുകൾ ഭക്ഷിക്കാനെത്തും. ഇത് തങ്ങളുടെ ഗൃഹത്തെ ഐശ്വര്യപൂർണ്ണമാക്കുവാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് ചാണകം കൂട്ടിത്തളിക്കുന്ന രീതി. ചാണകം കൂട്ടിത്തളിക്കുന്നത് എന്തിനാണ്?
ലക്ഷ്മി, സരസ്വതി, പാർവതി എന്നീ ത്രിദേവിമാർ പശുവിനെ മാതാവായി കരുതുന്നു. പശു ഹൈന്ദവാചാരപ്രകാരം ഗോമാതാവാണ്. പശുവിൻ്റെ പൃഷ്ഠഭാഗത്ത് ലക്ഷ്മിവാസമുണ്ട്. അതിനാൽ പശുവിൻ്റെ ചാണകത്തെ ശുദ്ധവസ്തുവായി കരുതുന്നു. സർവ ഐശ്വര്യത്തിനും ലക്ഷ്മി കടാക്ഷത്തിനും ചാണകം ജലത്തിൽ ചേർത്ത് തളിച്ചാൽ അവിടെ ശുദ്ധമാകുമെന്ന് വിശ്വസിക്കുന്നു. പശുവിൻ്റെ പൃഷ്ഠഭാഗത്ത് ലക്ഷ്മിവാസമുള്ളതിനാൽ വിശ്വാസികൾ ലക്ഷ്മീവന്ദനം എന്ന പേരിൽ പശുവിൻ്റെ പൃഷ്ഠഭാഗം തൊട്ട് വന്ദിക്കുന്ന ചടങ്ങും നിലവിലുണ്ട്. കൂടാതെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും അടിച്ചുവാരി കഴിഞ്ഞാലും അവിടെ ചാണകം തളിച്ച് ശുദ്ധി വരുത്തുന്നവർ ധാരാളമുണ്ട്. ഇന്ന് ഈ ആചാരം കേരളം മുതൽ തെക്കുവരെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ കഴിയും. പഴയകാലത്ത് പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയുമെല്ലാം വീടുകളിൽ ചുമരും നിലവുമെല്ലാം ചാണകം കൊണ്ട് മെഴുകിയിരുന്നു. നാടുവാഴികളും പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും കൊട്ടാരത്തിലും മാത്രമാണ് അന്ന് തറയിൽ ചാണകത്തിന് പകരം ഓടുപാകിയിരുന്നത്. ചാണകം കൊണ്ട് മറ്റു പല ഉപയോഗങ്ങളുമുണ്ട്. ബലിക്കുള്ള പിണ്ടം വയ്ക്കുന്നതിനും ഭസ്മം ചുടുന്നതിനും ചാണകം കൊണ്ട് മെഴുകി ശുദ്ധമാക്കി ഇടുന്നതിനും ഒക്കെ ചാണകം ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഓണത്തിന് പൂക്കളമിടുന്നത് പോലും ചാണകത്തറയിലായിരുന്നു. ഇന്ന് ചാണകം പാടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ പരിഷ്കാരം വർദ്ധിച്ചു തുടങ്ങിയത് തന്നെ പ്രധാന കാരണം. മറ്റൊരു കാര്യം, പണ്ട് പശുവിന് തേങ്ങാപ്പിണ്ണാക്കും പറമ്പിൽ വളർന്ന പുല്ലുമായിരുന്നു ഭക്ഷണം. ഇന്ന് കൃത്രിമ വസ്തുക്കളാണ് കൂടുതലും നൽകുന്നത്. അതിനാൽ ചാണകത്തിന് ദുർഗന്ധമേറെയാണ്. അതും ജനങ്ങളെ ഈ ചടങ്ങിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. എങ്കിലും ഭസ്മം ചുടാനും പഞ്ചഗവ്യം എന്ന പരിശുദ്ധ വസ്തുവിനും ചാണകം ഉപയോഗിക്കുന്നു. നമ്മുടെ ദിനചര്യകളിൽ പ്രധാനമായി വേണ്ടതാണ് സൂര്യനമസ്കാരം. പ്രഭാതത്തിൽ സൂര്യനമസ്കാരം ചെയ്യുന്നതിൻ്റെ സവിശേഷത എന്താണതിൻ്റെ പ്രത്യേകത? ആദിത്യൻ കാണപ്പെട്ട ദൈവമാണ്. ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായ നാൾ മുതൽ ദേവന്മാർ മുതൽ എല്ലാ ആളുകളും സൂര്യനെ സ്മരിക്കുന്നുണ്ട്. പുരാണങ്ങളിൽ സൂര്യനമസ്കാരത്തെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ഉണ്ട്. ഇതിൽ തന്നെ ശ്രീരാമനും ഭഗവാൻ ശ്രീകൃഷ്ണനും അസുരന്മാരുമൊക്കെ സൂര്യനമസ്കാരം ചെയ്യുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് മനുഷ്യരെല്ലാം സൂര്യനമസ്കാരം ചെയ്തു വരുന്നു. മാത്രമല്ല, ആദിത്യ പൂജയും നടത്താറുണ്ട്. ആദി മനുവിൻ്റെ കാലത്താണ് മനുഷ്യർ ആചരിക്കേണ്ട ആചാരങ്ങൾക്ക് വിധിയും നിയമവും ഉണ്ടായതെന്ന് കരുതുന്നു. ഏതായാലും അന്ന് തുടങ്ങിയ ഈ സമ്പ്രദായങ്ങൾ ഇന്നും നടത്തിവരുന്നു. കാലത്തിനൊത്ത് ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തിയെന്നതൊഴിച്ചാൽ. സൂര്യനാണ് ഭൂമിക്ക് ചൂടും വെളിച്ചവും പ്രദാനം ചെയ്യുന്നത്. സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നാണ് ഈ ലോകത്തെ സകല ചരാചരങ്ങൾക്കും ഊർജവും ഉണർവും പ്രകാശവും നൽകുന്നത്. പുറം ലോകത്തിനും അകം ലോകത്തിനും പ്രകാശം ചൊരിയുന്നതും ആദിത്യനാണ്. ആദിത്യ ദർശനം കൊണ്ട് പുറം കണ്ണിൽ കൂടി ലോകത്തെ അറിയുന്നു, അകം കണ്ണിൽ കൂടി ജ്ഞാനസമ്പാദനം നടത്തുന്നു. വ്യക്തിയുടെ മാനസിക വികാസത്തിന് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. നിന്നും ഇരുന്നും ഒറ്റക്കാലിൽ നിന്നും സാഷ്ടാംഗം വീണും സൂര്യനെ നമസ്കരിക്കുന്നവരുണ്ട്. ഇത് പുരുഷന്മാർക്കുള്ള വിധിയാണ്. സ്ത്രീകൾ നിന്നുകൊണ്ട് സൂര്യനെ നോക്കി തലകുനിച്ച് നമിക്കുന്നു. ഇപ്രകാരമുള്ള നമസ്കാരമുറ കൊണ്ട് ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമം ലഭിക്കുന്നു. സ്ഥിരമായി സൂര്യ നമസ്കാരം ചെയ്യുന്നവർക്ക് ക്രമേണ ജ്ഞാനശക്തി വർദ്ധിക്കുന്നു. കൂടാതെ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ശരീരത്തിലേൽക്കുമ്പോൾ ബലവും ഓർമ്മശക്തിയും ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നു. മാത്രമല്ല, സൂര്യകിരണം ശരീരത്തിലേൽക്കുമ്പോൾ അണുനശീകരണവും സംഭവിക്കുന്നു. ബ്രാഹ്മണർ സൂര്യനെ ബ്രഹ്മമായി സങ്കല്പിച്ചാണ് നമസ്കരിക്കാറുള്ളത്. ഋഷീശ്വരന്മാരും യോഗികളും സ്വാമിമാരുമൊക്കെ സൂര്യനെ ബ്രഹ്മമായി കരുതിയാണ് പൂജിക്കുന്നത്. ഇതിനർത്ഥം സൂര്യോപാസന എന്നത് ബ്രഹ്മാവിനെ പൂജിക്കുന്നതിന് തുല്യമാണെന്നാണ്. ഇതിൽ നിന്നും മനസ്സിലായില്ലേ, ഇത് വെറുമൊരു ആചാരം മാത്രമല്ല, മറിച്ച് ഒരു ഉപാസന കൂടിയാണെന്നുള്ളതാണ് വസ്തുത. സൂര്യ നമസ്കാരം ചെയ്യുന്നവർ പ്രാരംഭത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില വിധികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വളരെ ശുദ്ധവും പരിപാവനവും ലളിതവുമായ ജീവിതം നയിക്കണം. മിതമായ ഭക്ഷണമേ പാടുള്ളൂ. കുളിക്കുന്നത് പരമാവധി പച്ചവെള്ളത്തിൽ തന്നെയാകണം. കഴിവതും മുങ്ങിക്കുളിക്കണം. വളരെ വൃത്തിയുള്ളതും വിശാലവുമായ സ്ഥലത്ത് വേണം നമസ്കരിക്കേണ്ടത്. നമസ്കാര സമയത്ത് അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങൾ അയഞ്ഞ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ. കൂടാതെ ലഹരി വസ്തുക്കളോ ചായ, കാപ്പി, മദ്യം, പുകയില തുടങ്ങിയവയൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല.
പിന്നെ മറ്റൊരു കാര്യവും കൂടി നോക്കാം. സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തുന്നത് ഹിന്ദുക്കൾ ഒരു പുണ്യകർമ്മമായാണ് അനുഷ്ഠിച്ചു പോരുന്നത്. ഇത് അഗ്നിയുടെ മഹത്വത്തെയും വെളിവാക്കുന്നു. വേദങ്ങളിലും ഉപനിഷത്തുകളിലുമെല്ലാം അഗ്നിയുടെ മഹത്വത്തെപ്പറ്റി ധാരാളം പറയുന്നുണ്ട്. ആദിത്യ ഭഗവാൻ തൻ്റെ തേജസ് പ്രദോഷങ്ങളിൽ ഭൂമിയിലെ അഗ്നിയിൽ നിക്ഷേപിക്കുന്നു. ഈ തേജസ്സിനെ അഗ്നി പ്രഭാതത്തിൽ ആദിത്യ ഭഗവാന് മടക്കിക്കൊടുക്കുന്നുവെന്നും വേദങ്ങളിൽ പറയുന്നു. ഈ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് എല്ലാ ഹൈന്ദവ ഗ്രഹങ്ങളിലും സന്ധ്യയ്ക്ക് ദീപം തെളിക്കുന്നത്. ഒരു ഗൃഹത്തിന് സർവ്വ ഐശ്വര്യങ്ങളും കൈവരാൻ അസ്തമയത്തിന് മുമ്പ് പിറ്റേന്ന് ഉദയശേഷം വരെ നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഹൈന്ദവർ തങ്ങളുടെ എല്ലാ ചടങ്ങുകൾക്കും അഗ്നിസാക്ഷിയായാണ് നടത്താറുള്ളത്. അതായത് ഒരു കുഞ്ഞ് പിറന്ന് ചോറൂണ് മുതൽ വിവാഹം, മറ്റ് മംഗളകർമ്മങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ വരെ അഗ്നിസാക്ഷിയായി നടത്തുന്നു. ഇതിൽ നിന്നും അഗ്നിയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അഗ്നിസാക്ഷിയായി നടത്തുന്ന ചടങ്ങുകൾക്ക് വളരെയേറെ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. നിത്യേന ശുദ്ധിയോടുകൂടി നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്ന ഭവനങ്ങളിൽ ഐശ്വര്യവർദ്ധനയുണ്ടാകുമെന്നത് അതിലുപരി യാതൊരു ദുഷ്ടശക്തികൾക്കും അതിനെ ക്ഷയിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്ന വസ്തുത കൂടി അറിയേണ്ടതാകുന്നു.